ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിലിരുന്ന് ഷിബ്രയെയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഷാമീറിനെയാണ്. ഒരു പയ്യൻ വന്ന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോഴാണ് താൻ ഇതുവരെ സ്വപ്ന ലോകത്തായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ഷാമീർ. പുറത്ത് വണ്ടി കിടക്കുന്നത് കണ്ടിട്ട് മേഡിനോട് ചോദിക്കുമ്പോൾ അഫ്താബ് സാബ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അഫ്താബും ദാവൂദും പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ ഷാമീർ അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് സംസാരിച്ച ശേഷം അവൻ അങ്ങോട്ട് പോകുന്നു. ഇവിടെ സുലൈമാൻ സാബ് വീട്ടിലേക്ക് വന്നതും സഫിയക്ക് വീണ്ടും ആ വയറുവേദന വരുന്നു. ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട, വേഗം ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി അയാൾ പറയുന്നു. ഇതേ സമയം തന്നെ സുക്കൈന പുറത്തുനിന്ന് വരുന്നുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയാൻ മറന്നുപോയോന്ന് സുക്കൈനയോട് അയാൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, സലാം പറയേണ്ട ആവശ്യം എന്താ, അതിന് മാത്രം എന്ത് സമാധാനമായി ഈ വീട്ടിലുള്ളതെന്ന്. അതിനെയാൾ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ലോജിക്സ് ഒന്നും കേൾക്കണ്ടെന്ന് സുക്കൈന പറയുന്നത് കേട്ടുകൊണ്ടാണ് ഷിബ്ര അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെയാണോ ഉപ്പാനോട് സംസാരിക്കുന്നത്, സോറി പറയുന്ന ഷിബ്ര പറയുമ്പോൾ സുക്കൈന ചോദിക്കുന്നുണ്ട്, എന്തിനാ ഞാൻ സോറി പറയുന്നത്? നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. തൊലാക്ക് ചെല്ലാനാണെങ്കിൽ എന്നെ എന്തിനാ നിക്കാഹ് ചെയ്തു കൊടുത്തേ? എന്തിനാ എൻ്റെ ലൈഫ് വെച്ച് കളിക്കുന്നതെന്ന് ചോദിച്ച് അവൾ അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നു. ഇതൊക്കെ കേട്ടതും ഷിബ്രയും ഉപ്പയും ആകെ വല്ലാതാകുന്നു. ശേഷം അവള് സുക്കൈനയുടെ അടുത്ത് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടത് ഉപ്പാക്ക് നല്ല ഫീൽ ആയിട്ടുണ്ടാവുന്ന ഷിബ്ര പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവൾ കരയുമ്പോൾ ഷിബ്ര അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വാസമില്ല നിനക്ക്, സമയമാകുമ്പോൾ നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുന്നും പറഞ്ഞ് സുക്കൈനയെ അവൾ ഉപ്പയോട് സംസാരിക്കാൻ വേണ്ടി അയക്കുന്നു. ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദാവൂദ്. അഫ്താബിന്റെ കാര്യമാണ് ന്യൂസിൽ ചർച്ച ചെയ്യുന്നത്. അഫ്താബ് ദാവൂദിന്റെ കൂടെ നിന്ന് ഒറ്റിയിരിക്കുകയാണ്. ആകെ ഡെസ്പായിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ഷാമീർ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ദാവൂദ് ചോദിക്കുന്നുണ്ട് ഷാമീറിനോട് ഇന്നലെ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ താൻ ഫറാസിന്റെ കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ അവനുമായിട്ട് കൂട്ടുവേണ്ടെന്നും അവന്റെ ഉപ്പ എന്റെ ശത്രുവാണെന്നൊക്കെ അയാൾ അവനോട് പറയുന്നു. അവിടുന്ന് നേരെ ഷാമീർ ഫറാസിന്റെ അടുത്തേക്ക് പോയിട്ട് വേഗം ഒരു പാർട്ടിക്ക് വേണ്ടി റെഡി ആയിക്കൊള്ളാൻ പറയുന്നു. ഫറാസ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഷാമീർ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു ഇത് പറഞ്ഞത്. ഇവിടെ സുഹൈബ് സുലൈമാൻ സാബിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഹലാലായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലാന്ന് സുഹൈബ് പറയുമ്പോൾ ഉണ്ട്, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് സുലൈമാൻ സാബ് പറയുന്നുണ്ട്. ഇതേ സമയം ഷാമീർ മുനവറിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് 20,000 രൂപയുടെ ചെക്ക് അയാൾ ഏൽപ്പിക്കുകയാണ്. അയാളാകെ അന്തം വിട്ട് നോക്കാണ്. നിനക്ക് ആകെ സാലറി 50,000 രൂപയാണ്, അതും ഇതുവരെ കിട്ടിയിട്ടില്ല, പിന്നെ നിനക്ക് എവിടുന്നാ ഇത്രയും ക്യാഷ് എന്ന് മുനവർ ചോദിക്കുമ്പോൾ എനിക്ക് ഗ്രാമത്തിൽ കൃഷിയൊക്കെ ഉണ്ട്, ഈ ജോലി ചെയ്യുന്നത് പിന്നെ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ സർക്കാർ ജോലി ചെയ്യുന്നത് എന്ന് ഷാമീർ പറയുന്നു. നിനക്കെന്താ ഭ്രാന്താണോ എന്ന് മുനവർ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഹലാലായ മാർഗത്തിൽ ജീവിക്കുന്ന ആളിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് സുഹൈബിനെ സുലൈമാൻ ഷാമീറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ആദ്യം സുഹൈബിനെ ഷാമീറിന് സുലൈമാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം തനിക്ക് എങ്ങനെയാ ഈ ജോലി കിട്ടിയെന്ന് സുഹൈബിനോട് പറയാൻ വേണ്ടി സുലൈമാൻ അവനോട് പറയുമ്പോൾ അവൻ ആദ്യം ഒന്ന് ഞെട്ടുന്നു. താൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അയാൾ പറയുമ്പോൾ സുലൈമാനോട് മുമ്പ് പറഞ്ഞ ആ കഥ തന്നെ അവൻ സുഹൈബിനോടും പറയുന്നു. നല്ലോണം ദുആ ചെയ്യ്, അപ്പൊ ജോലി കിട്ടുമെന്ന് ഷാമീർ പറയുമ്പോൾ സുഹൈബ് ചോദിക്കുന്നുണ്ട്, ദുആ ചെയ്താൽ എങ്ങനെയാ ജോലി കിട്ടുകയെന്ന്? നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ വേഗം തന്നെ ജോലി കിട്ടുമെന്ന് ഷാമീർ പറയുമ്പോഴേക്കും സുലൈമാൻ ഇടക്ക് കയറി ഇതെന്റെ മരുമകനാണെന്ന് അവനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട ഷാമീർ ആവട്ടെ ഇത് ഷിബ്രയുടെ ഹസ്ബൻഡാണെന്ന് കരുതി ആകെ വല്ലാതാകുന്നു. എന്നാൽ അപ്പോഴേക്കും സുലൈമാൻ ഇത് തന്റെ ചെറിയ മകളുടെ ഭർത്താവാണെന്ന് പറയുന്നു. താൻ ദുആ ചെയ്താൽ എല്ലാം പെട്ടെന്ന് നടക്കുമെന്ന് ഷാമീർ പറയുമ്പോൾ മുനവറും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അബ്ദുറഹ്മാൻ തന്റെ കല്യാണം നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞെന്നും താൻ ദുആ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടന്നെന്നും ഷാമീർ പറയുമ്പോൾ സുലൈമാൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അയാളുടെ കല്യാണം കഴിഞ്ഞതല്ലേന്ന്? എന്നാൽ അത് തനിക്കറിയില്ലല്ലോ എന്ന് ഷാമീർ പറയുമ്പോൾ സുലൈമാൻ ചിരി വരുന്നുണ്ട്. അങ്ങനെ തനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും പറഞ്ഞിട്ട് സുഹൈബ് അവിടെ നിന്നും പോകുന്നു. വീട്ടിൽ നിന്നും സഫിയ സുലൈമാനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറെ സമയമായി ഇരിക്കുന്നു, ആ പയ്യൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ എന്തു പറ്റി, നല്ല പയ്യനായിരുന്നല്ലോ. ശരി, താൻ ഫോൺ വെക്ക്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുലൈമാൻ ഫോൺ വെക്കുന്നു. എന്നാൽ ഇതെല്ലാം ഷമീർ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവൻ അയാളുടെ അടുത്തേക്ക് പോയിട്ട് കയ്യിൽ മെഡിസിൻ ആയിട്ടിരിക്കുന്ന സുലൈമാനോട് എന്താ സാർ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ടാബ്ലറ്റ് വാങ്ങിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ളതല്ലേ എന്ന് പറയുന്നു. എന്നാൽ ഭക്ഷണം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരാൻ ആളില്ല എന്നൊക്കെ സുലൈമാൻ പറയുമ്പോൾ താൻ പോയി കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് സുലൈമാനോട് അഡ്രസ്സും വാങ്ങിയിട്ട് ഷമീർ അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്ന് നേരെ ഷമീർ കാറിലാണ് പോകുന്നത്. പകുതിക്ക് അവൻ ഇറങ്ങിയിട്ട് ഒരു സൈക്കിളും എടുത്താണ് അവൻ പിന്നെ യാത്ര ചെയ്യുന്നത്. എന്നാൽ ആദ്യം പോകുന്നത് അവന്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നിടത്തേക്കാണ്. അതെ, തന്റെ ഉമ്മയുടെ കബറിടത്തിലേക്കാണ് അവൻ പോകുന്നത്. ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവൻ നേരെ ഷിബ്രയുടെ വീട്ടിലേക്ക് പോവാണ്. കൂടെ ഉമ്മയും ഉള്ള പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഗേറ്റിന്റെ അടുത്തു നിന്നും പതുങ്ങി വരുന്ന അവനെ കണ്ടിട്ട് കള്ളനാണെന്ന് കരുതി ഒരു വടിയെടുത്ത് സഫിയ അടിക്കാൻ വരുന്നുണ്ട്. എന്നാൽ താൻ കള്ളനല്ല, സുലൈമാൻ സാബിന് ഫുഡ് കൊണ്ടുപോകാൻ വന്നതാണെന്ന് ഷമീർ പറയുമ്പോൾ സഫിയ അവനെ വെറുതെ വിടുന്നു.
ഷാമീറിനോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് സഫിയയെ സുഖിപ്പിക്കാൻ വേണ്ടി ഷാമീർ നിങ്ങളെ കണ്ടാൽ സുലൈമാൻ സാബിന്റെ മൂത്ത മകളാണെന്നേ പറയുമ്പോൾ സഫിയ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന്. ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ല എനിക്ക് 2 പെൺമക്കൾ കൂടിയുണ്ട്, അവർ രണ്ടാളും പുറത്തു പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഷാമീർ വീണ്ടും ആൺകുട്ടിയില്ലെന്ന് ചോദിക്കുന്നു. എന്നാൽ വളരെ ഇമോഷണലായിട്ട് 6 വയസ്സിൽ മരണപ്പെട്ടു എന്ന് സഫിയ പറയുന്നുണ്ട്. എന്നാൽ ഷാമീർ എന്നെ മോനെ പോലെ കണ്ടോളെന്ന് പറയുമ്പോൾ സഫിയ ചിരിച്ചിട്ട് പറയുന്നുണ്ട് നന്നായി എന്റെ 2 പെൺകുട്ടികൾക്ക് ഒരു സഹോദരനെ കിട്ടിയല്ലോ എന്ന്. എന്നാൽ ഇത് കേട്ടതും ഷാമീറിനൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഷാമീർ പെട്ടെന്ന് തന്നെ ഫുഡ് എടുത്ത് പോകാനൊരുങ്ങുമ്പോൾ അവനോട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിർത്തുന്നു. അവരുടെ ഫുഡ് അവന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇതേ സമയം സഫിയക്ക് മുമ്പ് വരാറുള്ള ആ പെയിൻ വന്ന് ആകെ വയ്യാതാകുന്നു. ഷമീർ അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ കാണുന്നത് ഒരു സോഫയിൽ തലവെച്ച് തളർന്നിരിക്കുന്ന സഫിയയാണ്. ഷമീർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. വിവരം അറിഞ്ഞ് ഷിബ്ര വരുമ്പോൾ സുക്കേനയും ഉപ്പയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സഫിയക്ക് അപ്പൻഡിക്സ് ആണെന്നും ഓപ്പറേഷൻ വേണമെന്നും അയാൾ ഷിബ്രയോട് പറയുന്നു. ഷിബ്ര ആകെ വല്ലാതാവുന്നു. കൃത്യസമയത്ത് ആ പയ്യൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നന്നായി, അല്ലെങ്കിൽ എന്ന് സുക്കേന ഇത് പറയുമ്പോൾ ഷിബ്ര ഏത് പയ്യനെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും സുക്കേന ഡോക്ടറെ വിളിച്ചിട്ട് പോകുന്നു. ഇതേ സമയം തന്നെ സുലൈമാൻ ഷാമീറിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവിടേക്ക് വന്ന ഷാമീറിനെ കണ്ടതും ഷിബ്ര നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മുമ്പ് പരിചയമുണ്ടോ എന്ന് സുലൈമാൻ ചോദിക്കുന്നുണ്ട്. മലിഹയുടെ കല്യാണത്തിന് കണ്ടതാന്ന് ഷിബ്ര പറയുന്നു. അപ്പോഴേക്കും സഫിയക്ക് ബോധം വന്നെന്ന് സുക്കീനെ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. ഇതേസമയം പാർട്ടി എൻജോയ് ചെയ്യാണ് നമ്മുടെ ഫറാസ്. ബോധം വന്ന സഫിയ ഷാമീറിനോട് നന്ദി പറയുന്നുണ്ട്. ദൈവം കൊണ്ടുവന്നതാണ് നിന്നെപ്പോലൊരു മകനെന്ന് അവർ പറയുമ്പോൾ ഷിബ്ര അവരെ സംശയത്തോടെ നോക്കുന്നു. ആന്റി ഇങ്ങനെ സുഖമില്ലാതായാൽ ആരാ പിന്നെ സുലൈമാൻ സാബിനും മക്കൾക്കും ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് അവനൊരു തമാശയായി പറയുമ്പോൾ നിന്റെ കണ്ണ് തട്ടിയതാണ് എനിക്കെന്നും പറഞ്ഞവർ ചിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷാമീറിന്റെ ഡ്രൈവർ അവനെ വിളിച്ചിട്ട് പാർട്ടിയിൽ എല്ലാ ഗസ്റ്റും വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നു. ഷാമീർ കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഫറാസിന്റെ കണ്ണൊക്കെ കെട്ടി അവനെ കസേരയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് എല്ലാവരെയും കൂവി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഷാമീർ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ ചെറുതായെന്ന് തട്ടിയതും അവൻ അറിയുന്നില്ല ഇത് ഷാമീർ ആണെന്ന്. ഫറാസ് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ച് ഷാമീറിനെ അവൻ വിരട്ടുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അവൻ മാറ്റി പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാന്റെ കയ്യിൽ കാശൊന്നുമില്ല ചേട്ടാ, ദാവൂദ് അലിഖാന്റെ കയ്യിൽ കുറെ കാശുണ്ട്. അയാളുടെ മകൻ ഷാമീറിനെ കിഡ്നാപ്പ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കുറെ കാശ് കിട്ടും. അവനിപ്പോ ഒരു പാവപ്പെട്ടവനെ പോലെ വേഷം മാറി നടക്കുവാണ്. ഒരു സെക്യൂരിറ്റിയും ഇല്ല അവന്റെ കൂടെ. ധൈര്യമായിട്ട് പോയിട്ട് കിഡ്നാപ്പ് ചെയ്തു. അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ തരാന്നൊക്കെ ഫറാസ് പറഞ്ഞതും ശരി അഡ്രസ്സ് പറയാൻ പറഞ്ഞതും പരിചയമുള്ള സൗണ്ട് കേട്ടതും ഫറാസ് ആകെ വല്ലാതാകുന്നു. ഫറാസിന്റെ കണ്ണിൽ കെട്ടയച്ചതും ഷാമീറിനെ കണ്ടതും ഫറാസിന് സന്തോഷാകുന്നു. നീ തമാശക്ക് ചെയ്തതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ തമാശക്ക് ചെയ്തതല്ല എന്ന് ഷാമീർ പറയുന്നു. എൻ്റെ ഉമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, പാർട്ടിയിൽ ഒരു പ്രശ്നവും വരില്ലാന്ന്. നിന്റെ ഉപ്പ കാരണം വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവന്റെ ഡ്രൈവറെ വിളിച്ചിട്ട് അവന്റെ ഉപ്പ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ ഫറാസിനെ വിടണ്ടാന്നും ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഷാമീർ അവിടെ നിന്നും പോകുന്നു. ഷിബ്രയും സുക്കൈനയും കൂടി ഗോൾഡൊക്കെ നോക്കുകയാണ്. ഹോസ്പിറ്റൽ ബിൽ കൊടുക്കാൻ പൈസ തികയാതെ വന്നാൽ ഗോൾഡ് എന്തെങ്കിലും ചെയ്യാനാണ് അവരുടെ പ്ലാൻ. എന്നാൽ ഇതേ സമയം സുലൈമാൻ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് 8 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബിൽ ആരോ പേ ചെയ്തിട്ടുണ്ടെന്ന്. അതും ഏതോ ഫരിഷ്ത എന്ന് പറയുന്ന ആളാണെന്നും. ഇത് കേട്ട ഉടനെ സുലൈമാൻ ഷിബ്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. സുക്കീനയോടും ഷിബ്ര ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ ഫരിഷ്ത ആരാണെന്ന്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും ബിൽ പേ ചെയ്തു പോകുന്ന ഫരിഷ്തയെ അതെ ഷമീർ സിക്കന്ദറിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ.